പൊന്നാറ മുസ്തഫ ഈ ഫോണൊന്നും എടുത്തേച്ചാ അന്ന് ഞാൻ എന്നും ഇവിടെ കിട്ടലില്ല. ഇന്നിപ്പോ കിട്ടി വെക്കുമ്പോ ഈ ഫോണുമ്പോ തന്നെ ഒന്നും പറയാനല്ലേ പണക്ക്. ഇന്നിപ്പോ ലീവ് എന്തേ കിട്ടിയത്? ഇന്ന് ഞായറാഴ്ച അല്ലേ, സുഖല്ലാണ്ട് ലീവ് എടുത്തതാ. എവിടെ ചങ്ങായിച്ച് കൊറേ ഞാൻ എന്നെ തെരഞ്ഞെടുക്കണം. അതെന്തേ? ഇത് കുറച്ച് മുന്നേ പെരിന്തൽമണ്ണ ഒരു സ്ഥലം കാണിച്ചു തന്നില്ലേ, അത് കച്ചവടം അതിന്റെ കമ്മീഷൻ പൈസ കൊണ്ട് വന്നാ. എന്നാ എനിക്ക് കിട്ടിയൊരു പകുതി ഉണ്ട് കേട്ടോ. ചെലവിലുള്ളതായല്ലോ. എന്നാ ഞാൻ പോട്ടെ, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കൊണ്ടു പോയി. മുസ്തഫ ഞാനും തന്നെ 2-3 ദിവസമായിട്ടേ എന്റെ കയ്യിന്റെ ഉള്ളനാടി ഇങ്ങനെ ചോറി. കയ്യിന്റെ ഉള്ളനാടി ചോറിഞ്ഞാ അപ്പൊ എനിക്ക് പൈസയും കിട്ടും. കാരണം 24 മണിക്കൂറായപ്പോ പൈസ 24 മണിക്കൂറിന്റെ ഉള്ളില് എനിക്ക് പൈസ കിട്ടും. അതെന്താ എന്റെ കുതിരത്ത് നിനക്കറിയില്ല. എന്താപ്പ ഇതിന്റെ കുട്ടൻസ്, എന്താപ്പ ഇത് സംഭവം എന്നാവും? ഇതേപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. എന്ത്? അതോ ഫ്ലാഷ് ബാക്ക്. വായുതല്ല വരുന്നത്, ഓനെ കണ്ടിട്ട് കൊറേ ആയല്ലോ. ഓനെങ്ങനെ കാണുന്നു? പൈസ വാങ്ങിട്ട് മുങ്ങി നടക്കല്ലേ, അതല്ല അവന്റെ പണി. പൈസല്ലേ ഒന്നും വിചാരിക്കരുത് കേട്ടോ. വയ്യില് പൈസ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എന്റെ മുന്നിൽ വരാറ്. എന്റെ പൈസ ഒന്നും ഇതേപോലെ തന്നെയാണ്. കൈ ഇങ്ങനെ ചോറിയ അപ്പൊ എനിക്ക് ഉറപ്പായി കൈ ചോറിഞ്ഞാല് നമുക്ക് കിട്ടാനുള്ള പൈസ അല്ലാത്ത പൈസ ഏത് പൈസയാണെങ്കിലും നമുക്ക് അന്ന് പൈസ കിട്ടും. എനിക്കത് മനസ്സിലായി. ആ, അതിനൊരു പണിയുണ്ട്. പൈസ കിട്ടുന്നില്ല, ഞാനൊന്ന് നോക്കട്ടെ. എന്നാ പൈസ ഞാൻ പോട്ടെ, ഒരു അർജന്റ് ഉണ്ട്. ഇവിടെ ഉണ്ട്. ऐसा मत करो मेरी जान, लाइफ में कुछ अच्छा करो यार। പൈസ ഞാൻ എന്നെ കാണാൻ നിൽക്കുന്നു. ഇത് 2 ദിവസമായി എന്റെ കൈ ഇങ്ങനെ ചൊറിടി. എനിക്കാണ് ഒരു ഉറുപ്പ്യ കിട്ടിയിട്ടില്ല. ഇന്നലെ തീട്ടത്തിലേറ്റ് ചവിട്ടിന്നല്ല, ആകട് വിറകിന്നു. അങ്ങനെ പണക്ക് മനസ്സിലായത്. അന്റെ ഇടത്തെ കൈയെ ചൊറിഞ്ഞത്. ഇടത്തെ കൈ ചൊറിഞ്ഞാല് തീട്ടത്തിൽ ചവിട്ടുന്നു, വലത്തെ കൈ ചൊറിഞ്ഞാല് പൈസ കിട്ടുന്നതാണ്. ഓന്റെ ഓരോ ഉടായിപ്പോട്. ആ പൊന്തി കൂടി പോയിട്ട് ആ ചോറ് ഇപ്പോഴും മാറിയിട്ടില്ല.